ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പം നോമിനേഷൻ ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് 11ാം വീക്കിലെ നോമിനേഷനാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഈ ബിഗ് ബോസ് ഹൗസിലുള്ളത് ടോപ്പ് 10 മത്സരാർത്ഥികളാണെന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് സന്തോഷിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി 3 ആഴ്ച കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ എന്ന സ്വപ്നവേദിയാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഷോയോടും പ്രേക്ഷകരോടും നീതി പുലർത്തി അർഹതയായവർ മാത്രം കപ്പ് ഉയർത്തട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നു ഈ വീക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അനീഷ് ഷാനവാസിനെയാണ് പറഞ്ഞത്. ഒന്ന് ഷാനവാസിനെയാണ് പറഞ്ഞത്. കാരണം ഷാനവാസിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം എടി പൊടിയെന്ന് വിളിക്കുന്നതും പിന്നെ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാത്തതും പിന്നെ അനീഷിനെ പല രീതിയിൽ ഞാൻ പൊളിച്ച് അടുക്കും, കള്ളത്തരം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നതും. പിന്നെ രണ്ടാമത് പറഞ്ഞത് നൂറയാണ്. നൂറ ഇപ്പോൾ ഗെയിം കളിക്കുന്നില്ല, പൊതുവേ ഡൗൺ ആണ്, വെറുതെ ഇങ്ങനെ മാറി അവിടെ ഇവിടെ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അനീഷ് ഷാനവാസിനെ നൂറയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അക്ബറാണ് വരുന്നത്. അക്ബറും ആദ്യം നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. ഈ ടാസ്കിൻ്റെ പേര് സീക്രട്ട് ടാസ്കിൻ്റെ കാര്യങ്ങളും പിന്നെ അല്ലാതെ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഇതാണ് അക്ബറും പറഞ്ഞത്. രണ്ടാമത് അക്ബർ നോമിനേറ്റ് ചെയ്തത് നൂറയാണ്. ഒരു തരത്തിലൊരു ഗെയിം കളിക്കുന്നില്ല, വെറുതെ മാറിയിരിക്കുകയാണ്. അങ്ങനെ അക്ബർ ഷാനവാസിനെയും നൂറയുമാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആദില നോമിനേറ്റ് ചെയ്തത് 1 ഷാനവാസിനെയാണ്, 2 ലക്ഷ്മിയാണ്. പിന്നീട് വന്നത് നെവിനാണ്. നെവിൻ നോമിനേറ്റ് ചെയ്തത് നൂറയും അക്ബറിനെയാണ്. അക്ബറിൻ്റെ പ്രവൃത്തി ശരിയല്ല ടാസ്കിൽ ഒന്നും കളിക്കുന്നില്ല, വെറുതെ ഊഞ്ഞാൽ പോലെയാണ് അക്ബറിൻ്റെ എന്നാണ് പറഞ്ഞത്. പിന്നെ നൂറയും അത് തന്നെയാണ് പറഞ്ഞത്, ഗെയിമൊന്നും കളിക്കുന്നില്ലെന്ന്. അത് കഴിഞ്ഞ് വന്നത് ഷാനവാസാണ്. ഷാനവാസ് അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത്. രണ്ടാമത് ചെയ്തത് ആര്യനെയാണ്. നൂറ ആദ്യം നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഗെയിമൊന്നും കളിക്കുന്നില്ല എന്ന് പറഞ്ഞ്. രണ്ടാമത് നെവിനെയാണ്. അവിടെ ഇവിടെയും പലരുമായിട്ട് കൂട്ടുകൂടുന്നത്, വാക്കിന് ഒരു വില കൽപ്പിക്കുന്നില്ല, അതാണ് നെവിനിൽ പറഞ്ഞത്. പിന്നീട് വന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ആദ്യം നോമിനേറ്റ് ചെയ്തത് ആദിലയാണ്. ആദില അനീഷിൻ്റെ നേരെ ഫയർ ചെയ്യുന്നെന്നും പറഞ്ഞ് രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ്. അതിനുശേഷം ക്യാപ്റ്റൻസിയിലോട്ട് മത്സരിക്കുന്ന അനിമോൾ, ആര്യൻ, സാബുമോൻ ഇവർക്ക് ഓപ്പൺ നോമിനേഷനാണ് കൊടുത്തിരുന്നത്. അതിൽ ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനിമോളെയും നൂറയുമാണ്. അനിമോൾ നോമിനേറ്റ് ചെയ്തത് ആര്യനെയും നെവിനെയാണ്. സാബുമോൻ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും നെവിനെയാണ്. ഇനി വോട്ട് കിട്ടിയത് ഷാനവാസിന് 4 വോട്ട്, നൂറാക്ക് 2 വോട്ട്, ലക്ഷ്മിക്ക് 3 വോട്ട്, നെവിന് 3 വോട്ട്, ആര്യന് 2 വോട്ട്, ആദിലക്ക് 1 വോട്ട്, സാബുമോന് 1 വോട്ട്, അനിമോൾക്ക് 1 വോട്ട്. ഇത്രയും പേര് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഷാനവാസിനാണ്. അനീഷിന് ഈ പ്രാവശ്യം ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല, സേഫായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻസിയിൽ ആര് ജയിക്കുന്നോ അവരും സേഫാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും